ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും, കറക്റ്റ് മെഷറിംഗ് കപ്പിന് അളന്നെടുത്ത മൈദയാണ്. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ എല്ലാം കൂടി ഒന്ന് അരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിക്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുക്കുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് മിക്സറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 വലിയ മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചർ മുട്ട തന്നെ എടുക്കുക. പിന്നെ ഞാൻ എടുത്തത് വലിയ 4 മുട്ടയാണ്. നിങ്ങൾ എടുക്കുന്ന ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 5 മുട്ട എടുത്തോളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത പഞ്ചസാര ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. നിങ്ങൾ എടുക്കുന്ന പഞ്ചസാര വലിയ തരിയുള്ളയൊക്കെ ആണെങ്കിൽ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കാം. ആദ്യം സ്പീഡ് കുറച്ചിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഒന്നിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നിക്കിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് എടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാം. പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടിലെ പാലും കൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അതും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. അപ്പോൾ നമുക്കിത് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലായതൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 9 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവനിലോ സ്റ്റവ് ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിൽ കേക്ക് ടിന്ന് വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ട് 160 ഡിഗ്രിയിലാക്കിയിട്ട് ഒരു 45-50 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 5-10 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ കേക്ക് ബേക്കായതിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
നന്നായിട്ട് ചൂട് പോവണം, അല്ലെങ്കിൽ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ മെൽറ്റായി പോവും. ഒരു 2-3 മണിക്കൂറോളം ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കേക്ക് ടിന്നിൽ നിന്നും ഒരു വേറെ റാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ഈ കേക്കൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ചൂട് പോകാനായിട്ട് വെക്കാൻ. ഇനി നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കേക്കിന് ഞാൻ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് മൈക്രോ ഓവനിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. ഒന്നുകിൽ മൈക്രോ ഓവനിൽ മെൽറ്റാക്കി എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാം. അങ്ങനെ മൈക്രോ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടൊക്കെ പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീം ഷുഗർ ചേർന്നിട്ട് വരുന്ന ക്രീമാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഷുഗർ ചേരാത്ത ക്രീമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പൗഡർ ഷുഗറും കൂടെ ചേർത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. 1/2 കപ്പ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ ക്രീം നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ക്രീമിലേക്ക് ചോക്ലേറ്റൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ചോക്ലേറ്റും കൂടെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഇപ്പം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതൊരു 3 പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. 3-4 പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു 3 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ലെവലിൽ തന്നെയാണ് ഉള്ളത്. അഥവാ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുകൾ ഭാഗം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ലെവലാക്കി വെക്കണം. അങ്ങനെ കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കേക്കിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് അല്പം ക്രീം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം, കേക്ക് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പീസ് കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തതാണ്. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്രീമിൽ നിന്നും അല്പം ക്രീം ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്കും കൂടി വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക, പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ രണ്ടാമത്തെ പീസ് കേക്കിലേക്കും ഷുഗർ സിറപ്പും ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും വെക്കുന്നത് പോലെ അടിഭാഗം മുകളിലായിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം നല്ല ഷേപ്പ് കിട്ടും. ഇനി ഇതിലും എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ ക്രീം ഇട്ടിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
അങ്ങനെ കേക്കിലേക്ക് മുഴുവനായിട്ട് ക്രീം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. അന്നേരം കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഒരു 30 സെക്കൻഡ് മൈക്രോ ഓവനിൽ വെച്ചിട്ട് മൈക്രോ ഓവനിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാനിതൊന്ന് മൈക്രോ ഓവനിൽ 30 സെക്കൻഡ് ചൂടാക്കിയിട്ട് വരാം. മൈക്രോ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ ചോക്ലേറ്റ് മെൽറ്റാവാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോക്ലേറ്റൊക്കെ മെൽറ്റാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്ന് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് നമുക്ക് മാറ്റി. അങ്ങനെ കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഈ കേക്കിൻ്റെ ബേസിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഒരു പ്ലേറ്റിൽ ഇതുപോലെ ചെറിയൊരു കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ നിന്ന് കേക്ക് എടുക്കുന്നില്ലെങ്കിൽ എടുക്കാതെയും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കേക്കിനെ ചെറിയ കേക്ക് ടിന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൻ്റെ മുകളിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് കുറച്ച് ഹൈറ്റ് കൂടിയതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ക്രീമൊക്കെ മെൽറ്റായി പോവും. അങ്ങനെ കേക്കിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് കേക്ക് മുഴുവനും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കവർ ചെയ്തെടുക്കേണ്ടത്. അടിയിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും എടുത്തിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് വെക്കാനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഞാൻ മറ്റൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് കൊടുക്കാനുള്ള കേക്കാണ്. അതുകൊണ്ടാണ് കേക്ക് ബോർഡ് മാറ്റിയത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ കേക്കിനെ എടുത്തിട്ട് ഇതുപോലെ കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചോക്ലേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അവിടെയൊക്കെ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുക്കാം. അങ്ങനെ കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗനാഷൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും.
ഇപ്പോൾ ചുറ്റിനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു ഫ്ലൂട്ടിൻ്റെ മുട്ടായി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിന് ഒരുപാട് ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഗനാഷ് ഒഴിച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ എഴുതി കൊടുക്കാനാണെങ്കിൽ ഈ ഒഴിഞ്ഞ ഭാഗത്ത് പേരൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഞാൻ പേരെഴുതുന്നുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. പേരെഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേരെഴുതണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പേരെഴുതാവുന്നതാണ്. ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് പേരെഴുതുന്നത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. 1632 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ 1.5 kg കേക്കായിട്ട് നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.